ഹായ് ഫ്രണ്ട്സ്, റെൻ്റെ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു വഴിക്ക് പോവുകയാണ്. സമയം രാവിലെ 5:15 അപ്പം എങ്ങടാ പോണ് എന്താന്നുള്ളതൊക്കെ വഴിയെ വരൂ കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എറണാകുളത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴ്സിൻ്റെ കോൺവക്കേഷനായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട്. സീഡ് ഇൻ്റർനാഷണൽ ബ്രിഡ്ഫോർട്ട് അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓൺലൈനായിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു പിന്നെ ഓൺലൈൻ മാധ്യമമാണ് കേട്ടോ ബ്രിഡ്ഫോർട്ട് അക്കാഡമി. കാരണം ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. 2 മാസത്തെ കോഴ്സ് കിട്ടുന്നുണ്ട്. ആക്മയുടെ 2 മാസത്തെ ഇംഗ്ലീഷ് കോഴ്സ്, ഗ്രാമർ കോഴ്സ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ 1 വർഷത്തെ 1 ഇയർ കോഴ്സായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ സൈൻ ചെയ്ത് വാങ്ങിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ചെന്ന ഉടൻ തന്നെ ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ മാമാണ് അൻസിയ മാമിനോടൊന്ന് സംസാരിച്ചു. കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നു. ഇതാണ് ആക്മയുടെ സർട്ടിഫിക്കറ്റാണിത്. ഒറിജിനൽ മെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. മോണ്ടിസോറി ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരോടും പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ അധ്യാപകരും അതുപോലെ തന്നെ അവിടുത്തെ കോർഡിനേറ്റർമാരും MD അങ്ങനെയുള്ള വലിയ പൊസിഷനിലുള്ള ആളുകളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ അവരെല്ലാവരും നല്ല ഭംഗിയുള്ള കളറിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഡ്രസ്സൊക്കെ മാറി തൊപ്പിയൊക്കെ വെച്ച് ഓരോരുത്തരായിട്ട് അവരവരുടെ അനുവദിച്ചിട്ടുള്ള സീറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് എന്താ പറയുക സന്തോഷം തരുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ഇത്. കാരണം ഇങ്ങനെയുള്ള ഈ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ഉള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റുമോ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും പ്രായത്തിൻ്റെ ഇടയ്ക്ക് എനിക്കും അതിന് സാധിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ നല്ല കോഴ്സാണ്. എനിക്ക് ജോലിയുടെ കാര്യം ഏകദേശം ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു സ്കൂളുണ്ട് നമ്മുടെ ഇവിടെ തന്നെ, പൊഴക്കാട്ടിരി പെസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ അപ്പോൾ ഞാൻ ഈ മോനെ കൊണ്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഓരോരുത്തരും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതിനെ കുറിച്ചിട്ടും അതുപോലെ ഞങ്ങൾ എല്ലാവരും എണീറ്റ് നിന്നിട്ടൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് മാം അങ്ങനെ വിളിക്കുന്നുണ്ട്, സംസാരിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് അന്നത്തെ ദിവസം ഗ്രാജുവേറ്റായിട്ട് കോൺവക്കേഷൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ. അവിടെയൊക്കെ ഫാമിലി മെമ്പേഴ്സാണ്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും. പിന്നെ ഒക്കെ ഭയങ്കര സന്തോഷം. പിന്നെ ഇരിക്കുന്ന മഞ്ഞ ഡ്രസ്സ് ഇട്ടത് മണാൽ മാമാണ് കേട്ടോ. ഞങ്ങളുടെ ഇംഗ്ലീഷിന് ഞങ്ങൾക്ക് കോച്ചിങ് തന്നിട്ടുണ്ടായിരുന്ന മാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹൈബീഡൻ സാറായിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് എണീറ്റുനിന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദരവോട് കൂടിയിട്ട് വരവേറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കി നോക്കാം നമുക്ക്. അദ്ദേഹം തന്നെ മോണ്ടിസോറി ടീച്ചേഴ്സിങ് പിന്നെ പ്രോഗ്രാമിനെ കുറിച്ചും അതുപോലെ നമുക്ക് ഇന്ന് സമൂഹത്തിലുള്ള എന്താ പറയുക നമ്മുടെ ജോലി സാധ്യതകളെക്കുറിച്ചും അങ്ങനെ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമുക്കൊരു മോട്ടിവേഷനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വയ്ക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ ഒരു പിന്നെ ലൈറ്റ് മ്യൂസിക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ അതെങ്ങാനും കോപ്പിറൈറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതിൻ്റെ ഇത് കൊടുക്കാത്തത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്നും കൊടുക്കാത്തത്. ആരുടെ വോയിസ് കൊടുക്കാം അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ആദർശിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാണ് സർട്ടിഫിക്കറ്റ് അദ്ദേഹമാണ് തരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സാധിച്ചത്. ഇത് ഗോപിക എൻ്റെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ല. ഒരു 10 കുട്ടികളെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതൊരു ക്യാമ്പിന് പോയ സമയത്താണ് കണ്ടത്. അല്ലാതെ ആരെയും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാവരും പരസ്പരം നമുക്ക് അറിയുമായിരുന്നു. ഓരോ ക്ലാസ്സുകളിലും ഓൺലൈനായിട്ടുള്ള പിന്നെ വീഡിയോ ക്ലാസ്സാണല്ലോ ഉണ്ടാവുക, അതിലൊക്കെ പങ്കെടുത്തിട്ട് ഓരോരുത്തരെയും അറിയുമായിരുന്നു. അപ്പോൾ എല്ലാവരെയും നമുക്ക് അറിയണത് തന്നെയാണ്. പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാവരെയും കണ്ടു. ലാസ്റ്റ് എന്നെ വിളിച്ചതാണ് കേട്ടോ. ഞാനൊക്കെ വിറച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പേടിയല്ലേ നമുക്ക്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ ഒരു സ്റ്റേജിൽ കയറുന്നതും ഇങ്ങനെയുള്ള
എന്താ പറയുക ഒരു സമ്മാനം മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അവർ കൺഗ്രാറ്റ്സ് പറഞ്ഞു, അപ്പോൾ താങ്ക് യു പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും എല്ലാവർക്കും അദ്ദേഹം തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു നമുക്ക്. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ മണാൽ മാമിനെയും ജെസ്സി മാമിനെയാണ് കേട്ടോ. അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അൻസിയ മാമാണ് എന്നെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത്, ഈ ഒരു മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലേക്ക് എത്തിച്ചത് അൻസിയ മാമാണ്. അപ്പോൾ നമ്മളോട് ഫീഡ്ബാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫീഡ്ബാക്ക് പറയുകയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻസിയ മാമാണ് എത്തിച്ചത്, എന്നെ പഠിക്കാൻ സഹായിച്ചത് മറ്റൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ശേഷം പിന്നെ ഒരു ഫോട്ടോ എടുക്കൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള മറ്റുള്ള എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്, സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇതാ മണാൽ മാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നമുക്ക് വേണ്ടപ്പെട്ട ഒരു മാമാണ് കേട്ടോ. എനിക്ക് ഇതിൽ പഠിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാം ഇതും. പിന്നെ വേറെ അടുത്ത മാം വീൽ ചെയറിലാണ് മാം. പക്ഷെ എന്നിരുന്നാൽ പോലും ജെസ്സി മാം, ആ മാമാണ് ഒക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക മോട്ടിവേഷനാണ്. മാമിൻ്റെ ആ ഒരു അവസ്ഥയിൽ മാം ഇത്രയും മണിക്കൂറുകൾ പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 അധ്യാപകരാണ് കേട്ടോ അത്. പിന്നെ ഒരു അതൊക്കെ അവിടുത്തെ എന്തൊക്കെയോ ആണ്, അതൊന്നും കൃത്യമായിട്ട് അറിയില്ല. കാരണം നമ്മൾ നേരിട്ട് ആരെയും പരിചയമില്ല. അപ്പോൾ ആ സമയത്ത് അനൗൺസ് ചെയ്തിരുന്നു എന്നല്ലാതെ അതൊക്കെ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്നാൽ പോലും ഒക്കെ ബ്രിഡ് ഫോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ആ നീല കോട്ടിട്ട് നിൽക്കുന്ന സാറാണ് ഫൈസൽ സാറാണ് ഞങ്ങൾക്ക് പിന്നെ തിയറിയൊക്കെ ക്ലാസ് എടുത്തിരുന്ന മാഷാണ്. കാസർഗോഡുള്ള ആളാണ് കേട്ടോ. ഇത് പിന്നെ അപർണ മാം ഞങ്ങളുടെ കോർഡിനേറ്ററാണ്. മാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഞങ്ങളുടെ എല്ലാവരുടെയും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ആളാണ് കേട്ടോ മാം. മാമിനെയൊന്നും ഞങ്ങൾ നേരിട്ട് കണ്ടില്ല, അങ്ങനെ വോയിസ് കേൾക്കുമ്പോഴേ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇത് നസീറ മാമും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. വേറെ ഒരുപാട് പേരുണ്ട് കേട്ടോ ക്ലാസ് എടുത്തവർ. അവരെല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. പിന്നെ കുറച്ച് പേരൊക്കെ അല്ലേ വരുള്ളൂ. അങ്ങനെ വന്ന അധ്യാപകരാണ് ഇതൊക്കെ. മണാൽ മാം, ജെസ്സി മാം, അതുപോലെ തന്നെ അൻസിയ മാം. അപ്പോൾ ഹൈബി ഈഡൻ സാറ് പോവുകയാണ്. അപ്പോൾ അവരെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറച്ച് പേരൊക്കെ അവരുടെ അൻസിയ മാമൊക്കെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാവരും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ആണ് ഇത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ മണാൽ മാമിനോട് സംസാരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ, മാമിൻ്റെ ഫാമിലിയാണ് കേട്ടോ അത്. മാമിനെ ഇവിടെ പിടിച്ചിരുത്താൻ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഇരുന്നോ, പിന്നെ യൂട്യൂബിൽ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് മാമിൻ്റെ അങ്ങനെ കളിയൊക്കെ അതാ ഇക്കാനോട് പറയുകയാണ്. ഇതാണ് ജെസ്സി മാമിനെ നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല മറക്കാൻ പറ്റില്ല. ഒരുപാട് എനിക്ക് ഈ ഒരു ഓൺലൈൻ ആണെങ്കിൽ പോലും നമ്മുടെ അറിയുമോയെന്ന് ചെന്ന് ചോദിക്കുമ്പോഴേ മാം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മാമിൻ്റെ പരിചയപ്പെടാനും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റിയതിൽ ഞാനും ഭയങ്കര ഭാഗ്യവതിയാണെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയാം, എന്താ പറയേണ്ടത്, നമ്മൾ പറയില്ല അതുപോലെ തൊക്കെ ഇതൊക്കെ ഭയങ്കര നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജിജി മാമിനെ കുറിച്ചാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ദൈവദൂതൻ എന്നൊക്കെ പറയാം. എന്നെ ഈ കോഴ്സിലേക്ക് എത്തിച്ചത് മാമിൻ്റെ ഏറ്റവും വലിയൊരു മനസ്സാണ്. ആ മനസ്സിന് മുന്നിൽ ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി, ഞാനും എൻ്റെ ഫാമിലി നന്ദി പറയുകയാണ്. കാരണം മാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല. അപ്പോൾ ഈ വർഷം പറ്റിയില്ലെങ്കിലും അടുത്ത വർഷം ഈ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോവാം. എൻ്റെ കുടുംബജീവിതം ഒന്നും കൂടി മെച്ചപ്പെടുത്താമെന്ന് മാമാണ് എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു.